our studies in the book of James. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അതേ ഭാഗം വീണ്ടും വിശദമായി പഠിക്കുവാൻ തക്കോണം ഇന്ന് രാത്രിയിലും ദൈവം നമ്മളെ ഇടയാക്കും. സോ വി were talking about faith and works. നമ്മൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും എന്നുള്ള വിഷയത്തെ യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പ്രവൃത്തിയില്ലെങ്കിൽ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയില്ലെങ്കിൽ ആ വിശ്വാസം നിർജീവമാണ് എന്നുള്ളൊരു കാര്യം അപ്പോസ്തലനായ യാക്കോബ് വളരെ ഡീറ്റെയിലായിട്ട് നമുക്ക് ഈ 2-ാമത്തെ അധ്യായത്തിൽ പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. He talks very, very vividly that if there is no works that is coming out of us, that means the faith inside of us is dead. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ നമ്മൾ വളരെ ഉത്സാഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമായി. യഥാർത്ഥത്തിൽ എനിക്ക് വിശ്വാസമുണ്ടോ, വിശ്വാസത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തി എന്നിലുണ്ടോ? അപ്പം നമ്മൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടവരായതുകൊണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമുള്ളവരായതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം, അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും വേണം. അപ്പം that is something really, really hard. As a pastor, I have seen this thing. ഞാനൊരു പാസ്റ്റർ എന്നുള്ള രീതിയിൽ ഇത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയും, but when things go wrong, they will start talking negative. അവർ കാര്യങ്ങളൊക്കെ തെറ്റായി പോകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അവർ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ഏതെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ അവർ ആ പ്രവൃത്തി, ആ വാക്കുകൾ കാണത്തില്ല, അവരുടെ ആ പ്രവൃത്തി കാണത്തില്ല. ഇത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ക്വാളിഫൈ ചെയ്യുമ്പോൾ അവർ നല്ല വിശ്വാസികളാണ് എന്നുള്ള വെയിലാണ് അവർ പറയുന്നത്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അബ്രഹാമിൽ ഉണ്ടായിരുന്നു. ഇത് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അവസാന ഭാഗം നമ്മൾ 25-26 വാക്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ തക്കണം. ലാസ്റ്റ് ടൈമിൽ നമുക്ക് സമയം ലഭിച്ചില്ല. അവിടെ അടുത്തൊരു എക്സാമ്പിളൂടെ അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്, അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തിയാൾ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. അപ്പം ഈ സ്ത്രീയെ പോലും നമുക്കറിയാം, രാഹാബ് എന്ന് പറയുന്ന ഈ സ്ത്രീ, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ നമ്മുടെ സഭകളിൽ വന്നിരുന്നോട്ടെ, നമ്മൾ നിശ്ചയമായിട്ടും, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മൾ കൊള്ളാത്ത ആളായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ആ സഹോദരിയുടെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, അവർ അയച്ച ദൂതന്മാരെ അല്ലെങ്കിൽ ആ ആളുകളെ അവരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്തത്? അവരിങ്ങനൊരു ദൈവമുണ്ട് എന്നുള്ളൊരു കാര്യം അവർ വിശ്വസിച്ചു. They just believed. She never saw any of those miracles. അവർ ആ മിറക്കിൾസ് ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ല. അവരാകെ കൂടെ ചെയ്തത്, ഈ ദൈവം വലിയ പ്രവൃത്തി ചെയ്യുന്നു, ഈ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് ഈ ദൈവം വിടുവിച്ച് കൊണ്ടുവന്നു, വഴിയിൽ വെച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ കാണിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ള വസ്തുത കേട്ടു. നിങ്ങളെക്കുറിച്ചുള്ള ഖ്യാതി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അറിവ് എല്ലായിടവും വർദ്ധിച്ചു. ഇത് കേട്ട് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഷീ ബിലീവ്ഡ്. ഒരു വിധത്തിൽ നമ്മൾ ചിന്തിക്കും, ഈ സഹോദരി ഒരു ട്രീസൺ അല്ലയോ ചെയ്തത്, അല്ലെങ്കിൽ ഇവരുടെ രാജ്യത്തെ ചതിക്കുകയല്ലയോ ചെയ്തത് എന്ന് ചിന്തിക്കും. അത് അത്രയ്ക്ക് കാഠിന്യമേറിയൊരു കാര്യമാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് റിയലി ബിഗ്, ബട്ട് യെറ്റ് ഷീ കൺസിഡേർഡ് എവറിത്തിങ്, all the things that were surrounding her as lower, and she considered faith as bigger. അവളുടെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന ഒരു സിറ്റുവേഷനാണ് അത്. കാരണം ഇവരെ ഒളിപ്പിച്ചു, വേറൊരു രാജ്യത്തു നിന്ന് കടന്നു വരുന്ന സ്പൈസിനെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രീസണാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ട്രീസൺ. ഇറ്റ് ഈസ് പണ്ട് മുതലേ ഉള്ളത് ഒരു കാര്യമാണ്. ഡെത്ത് പെനൽറ്റി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പം അതിനെ പോലും വകവയ്ക്കാതെ
ഈ റഹാബ് എന്ന് പറയുന്ന സ്ത്രീയെ അവർ ഈ വന്ന ദൂതന്മാരെ അവർ കൈക്കൊണ്ടു, അവർ വേറൊരു വഴിയായി പറഞ്ഞു വിട്ടു. ഈ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവരുടെ പ്രവൃത്തി അതിൽ കാണാമായിരുന്നു. അപ്പം അവർ നീതീകരിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. പ്രവൃത്തിയുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ നീതീകരിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം. പ്രവൃത്തിയുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവർക്കുണ്ടായതുകൊണ്ടാണ് അവർ നീതീകരിക്കപ്പെട്ടത്. അത് അബ്രഹാമിന് മാത്രമല്ല, അത് രാഹാബിന് മാത്രമല്ല, അത് നമുക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 26-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായത്. കാരണം നമ്മളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വരുന്നില്ല, നമ്മളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വരുന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു സമയത്തൊരു ഒരു കുഴപ്പം വരുന്ന കാര്യത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. നമ്മൾ എത്ര വിശ്വാസമുള്ളവരാണെങ്കിലും ചില സമയത്ത് നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാം. ചില സമയത്ത് നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ചില സമയത്ത് നെഗറ്റീവായിട്ടുള്ളൊരു പ്രവൃത്തി ഉണ്ടാകാം. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബട്ട് ദിസ് ഈസ് കണ്ടിന്യൂസ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാര്യം വരുമ്പം നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് നിശ്ചയമായിട്ടും നമ്മുടെ വിശ്വാസത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഒരാൾ വിശ്വാസത്തെ അല്ലെങ്കിൽ ത്യജിച്ച് കളയുന്ന വാക്കുകളുമായി പ്രവൃത്തികളുമായി പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ശ്രദ്ധിക്കണം. അപ്പോൾ എവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരുപക്ഷെ ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. No, every time when you are not acting according to the faith, every time when you are not speaking according to the faith, your faith is diminishing. Your faith is not getting the feed. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം അത് വചനത്തിൻ്റെ കേൾവിയാൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. That means the more you listen to the word and allow that word to fan, your faith is going to grow. വിശ്വാസം വർദ്ധിക്കും. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. പക്ഷേ നമ്മൾ വിശ്വാസത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പം നമ്മുടെ വിശ്വാസത്തിൽ ക്ഷീണം അനുഭവിച്ച് അവസാനം മരണത്തിന് അല്ലെങ്കിൽ ആ വിശ്വാസം ഇല്ലാതെയായി തീരുവാൻ, നിർജീവമായി തീരുവാൻ കൊണ്ടുമിടയായിത്തീരും. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ മെസ്സേജുമായിട്ട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കവർ ചെയ്യാതിരുന്ന ഒരു ഭാഗം. Now we're going to move on to chapter 3. We will discuss about this. If you have any questions or something like that, we will discuss it at the end. But we will move on to another topic. Okay, so chapter 3, and when it read, just 1 and 2, ഇവിടെ പറയുന്നൊരു കാര്യം, സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വേദവാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, എല്ലാവരും ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. എല്ലാവരും, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലയളവിൽ വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചാണോ, ആളുകളെ കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണോ, എൻ്റെ തോട്ട്സ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചാണോ, ഐ ഡോണ്ട് നോ, മേ ബി ഇൻ ഓൾ ദീസ് കാറ്റഗറിയിലും ആൾക്കാർ കാണുമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. The reason is, when you are teaching, you have more accountability, you are more responsible, you're going to be judged according to your words. ഞാൻ നിങ്ങളോടെല്ലാം വിശ്വാസത്തിൻ്റെ വാക്ക് വേണം എന്ന്, പ്രവൃത്തി വേണം എന്ന് നിങ്ങളെ പഠിപ്പിച്ചേച്ച് ഞാൻ വിശ്വാസത്തിന് വിപരീതമായി ആക്ട് ചെയ്താൽ അത് നിശ്ചയമായിട്ടും അത് എനിക്ക് കൂടുതൽ ശിക്ഷാവധിക്ക് കാരണമായി തീരും. അപ്പോൾ ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണേ. അധികം ശിക്ഷാവധി, നമ്മളെല്ലാവരും തെറ്റിപ്പോയാൽ നമുക്ക് ശിക്ഷാവധി നമുക്ക് ലഭിക്കാം. പക്ഷേ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി കൂടെ കൂടുതലാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്
ഒരു സ്വല്പം കൂടെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് ദേ ടീച്ച് റോങ് ആൻഡ് ഇഫ് ദേ ആർ നോട്ട് ടീച്ചിങ് ഇൻ ദ റൈറ്റ് വേ, അത് നിശ്ചയമായിട്ടും ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ് ട്രബിൾ ഫോർ ദം. അത് നിശ്ചയമായിട്ടും അവരുടെ ജീവിതത്തിൽ അത് ശിക്ഷാവധിക്ക് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങളിൽ അധികം ഉപദേഷ്ടാക്കന്മാരുണ്ടാകരുത്. ബിക്കോസ് ദിസ് ഇസ് സംതിങ് ദാറ്റ് എവറിബഡി ലവ്സ്, ജസ്റ്റ് ടു സ്പീക്ക് അബൌട്ട് സംതിങ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ്, മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു കഴിവാണ് സംസാരിക്കുവാനുള്ള കഴിവ്, ചിരിക്കുവാനുള്ള കഴിവ്. ദൈവം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. Animals communicate through various ways. Their language may not be the speech, but they communicate in various ways. അവരുടെ കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ അവർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മാത്രമാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മുടെ അതരങ്ങളെ തുറന്ന് അതിലൂടെ വരുന്ന വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് മാത്രമുള്ളൊരു കാര്യമായതുകൊണ്ട് ഇത് കൂടുതൽ ഉപയോഗിക്കുവാൻ എല്ലാവരും താല്പര്യപ്പെടും. പ്രത്യേകിച്ച് ഒന്ന് സംസാരിക്കാനുള്ള ആ താല്പര്യം, അല്ലെങ്കിൽ നമുക്കൊരാഗ്രഹം ഹൃദയത്തിൽ വന്നു കഴിഞ്ഞോ, അല്ലെങ്കിൽ അതിനുള്ളൊരു ചെറിയ കഴിവുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു മനസ്സ് വരും. പക്ഷേ ഇവിടെ പറയുകയാണ്, നിങ്ങൾ അധികം പേര് ഉപദേഷ്ടാക്കന്മാരാകരുത്. ആൻഡ് ദി അതർ തിങ് ഈസ്, ലൈക്ക് ഗാഡ് ഹസ് കോൾഡ് സർട്ടൻ പീപ്പിൾ ടു ഡു ദാറ്റ്. ഈ കോളിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോളിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം. ഞാനൊരു അല്പം ചില മിനിറ്റുകൾ അവിടെ നിൽക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് എന്നോട് ചോദിക്കാവുന്നതാണ്. ദൈവം ചില ഗിഫ്റ്റുകൾ ദൈവസഭയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ just we see that there are multiple motivational gifts. That's what I call those gifts. There are motivational gifts. അപ്പം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അത് വളരെ കാണുന്ന ഒരു കാര്യമാണ് ഈ മോട്ടിവേഷണൽ ഗിഫ്റ്റ്സിനെ കുറിച്ച്. I was not planning to speak about this, but I just wanted to give you a hint. And we can see, in the book of 1 Corinthians, chapter 12, you could see again spiritual gifts, the manifestation of the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തനിക്ക് ഇച്ഛിക്കുന്നത് പോലെ കൊടുക്കുന്ന ഗിഫ്റ്റുകളുണ്ട്. ആ ഗിഫ്റ്റുകൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതുപോലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇച്ഛിക്കാം, നമുക്ക് ആഗ്രഹിക്കാം ആ കാര്യത്തിന് വേണ്ടി. അത് നിശ്ചയമായിട്ടും അത് കർത്താവിന് നമ്മളോട് ഇഷ്ടമാണ് ആ കാര്യം തരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ ഗിഫ്റ്റ് തരും. Then you could see, Ephesians chapter 4, there is another group of gifts called the office gifts. അപ്പം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുന്ന 5 ഓഫീസ് ഗിഫ്റ്റുകൾ എഫീസ് ലേഖനം 4-ാം അധ്യായത്തിനകത്ത് കാണുവാൻ സാധിക്കും. So office gifts are, we all know that it is apostles, it's prophets, it's pastors, it is, we know that it's evangelists and teachers. അപ്പം ദൈവം അങ്ങനെ ഒരു വിളി തന്നിട്ടുണ്ട്. അത് സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് അത്. That means an apostle is a gift to the church. A prophet is a gift to the church. All right. Okay, a prophet is a gift to the church. A pastor is a gift to the church. An evangelist is a gift to the church, and a teacher is a gift to the church. So these are some of the gifts that, office gifts that God has given to the church. ഇനി 1 Peter 4-നകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്ത് അപ്പോസ്തലനായ പത്രോസ് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗിഫ്റ്റ്സ്. അപ്പോൾ ദൈവം വിളിക്കുന്ന ഗിഫ്റ്റുകളാണ്, അല്ലെങ്കിൽ ദൈവം തരുന്നൊരു ഗിഫ്റ്റിനകത്തുള്ളൊരു കാര്യമാണ് നമ്മൾ ടീച്ചിങ്, അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം. നോട്ട് എവ്രി വൺ ഷുഡ് ടേക്ക് ദാറ്റ്. അതിന് ഒന്നാമത്തെ ഒരു കാര്യം, ദൈവമാണ് നമ്മളെ വിളിച്ച് ഈ ഗിഫ്റ്റ് തരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ ഗാഡ് ഗിവ്സ് യു എ ഗിഫ്റ്റ്, ഗാഡ് എനേബിൾസ് യു ടു സ്പീക്ക്, ആൻഡ് ഹി ഗിവ്സ് യു വേർഡ്സ്, ഹി ഗിവ്സ് യു wisdom, he gives you understanding about the word. ഇതെല്ലാം ദൈവം തരും നമുക്ക്. പക്ഷേ ചിലപ്പോൾ ചില ഗിഫ്റ്റുകൾ ആഗ്രഹിച്ച് ചില ആൾക്കാർ ഇങ്ങനെ പോയി ചെയ്യാറുണ്ട്.
എന്തെങ്കിലുമൊക്കെ ഒരു വേദഭാഗമൊക്കെ വായിച്ച് അവർ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരിക്കലും നമ്മൾ ഒരാളോടും ദൈവവചനം സംസാരിക്കരുത് എന്നുള്ളൊരു കാര്യമല്ല. യു ഷുഡ് സ്പീക്ക് വാട്ട് യു ഹിയർ about, from the word of God. You can teach as a mentor, as a person who is discipling somebody. നമ്മുടെ കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, നമ്മൾ ഒരാളെ ശിഷ്യനാക്കുവാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് അബൌട്ട് അഡ്രസ്സിങ് പബ്ലിക്കലി ആൻഡ് ടേക്കിംഗ് ദ റോൾ ലൈക്ക് ദാറ്റ്, ബിക്കോസ് യു ബിക്കം മോർ അക്കൗണ്ടബിൾ. അതാണ് ഏറ്റവും അടുത്തൊരു കാര്യം. നമ്മൾ അതിന് അധികം ശിക്ഷാവിധി വരും. ദാറ്റ് ഈസ് എ തിങ്. ഹെവിയർ ജഡ്ജ്മെൻ്റ് എന്നാണ് ഇംഗ്ലീഷിനകത്ത് ചില ട്രാൻസ്ലേഷനകത്ത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഒരു വയലേഷൻ ഉണ്ടായാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷയല്ല ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പോയി തെറ്റിച്ചെന്ന് ചാടുന്ന ഒരുവനുണ്ടാകുന്നത്. ഇനി തെറ്റായി പഠിപ്പിച്ചാൽ പോലും അതും കുഴപ്പമാണ്. കാരണം നമ്മളൊരാളെ ഒരു കാര്യം തെറ്റായി പഠിപ്പിച്ചാൽ അവർ ആ വേർഡ് കൊണ്ടുപോയി അവരുടെ ജീവിതത്തിന് അത് പിന്നീട് കുഴപ്പമായി തീരുവാൻ ഇടയായിത്തീരും. നോക്ക്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ദാറ്റ് ഈസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. എ മാൻ ഓഫ് വേർഡ്സ്. whatever you speak, you do it. Whatever you say, you stick with it. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ whatever we say, if it is yes, stick to that yes. If it is no, stick to that no. And if you fail in your word, if you stumble in your word, you are not a perfect man. That means you are not, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൽഗുണപൂർത്തിയുള്ള മനുഷ്യൻ, ഏബിൾ ടു ഡു മെനി തിങ്സ്. ഇതല്ലാത്തവനായിട്ട് തീരും നമുക്കതങ്ങനെ. നമ്മുടെ വാക്കിൽ നമ്മൾ തെറ്റിപ്പോയാൽ, നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നുണ്ട്, പക്ഷേ നമ്മുടെ വാക്കിൽ തെറ്റിപ്പോകുവാൻ സാധ്യത ഒത്തിരി ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വാട്ട് വി ടീച്ച് ആൻഡ് വാട്ട് വി ടോക്ക്. ഓക്കെ, അപ്പം ഉപദേഷ്ടാക്കന്മാരാകുന്നതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് നമ്മൾ അധികം അങ്ങനെ നമ്മൾ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. ബിക്കോസ് if they are not really not able to keep what they say, it only causes trouble for them. ഞാൻ ആളുകളിലേക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവവചനം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. when you study the word of God, when you follow it, definitely it is going to bring a great I would say like this, a great blessing in your life. ദൈവവചനം അതേപടി ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുള്ളപ്പം. എന്നാൽ ചില സമയത്ത് നമുക്ക് ഇതൊക്കെ പഠിപ്പിക്കാനും ടീച്ച് ചെയ്യാനും ഒക്കെ ഉള്ള ആഗ്രഹമായിട്ട് അങ്ങ് മാറും. ചില സമയത്ത് ഇതൊക്കെ നമ്മൾ വെറുതെ ഉപയോഗിക്കുന്ന, നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. It is something that we have to be very very careful about. കാരണം ഈ വാക്ക് കുടുങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ വാക്കിന് കൺട്രോൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, നമുക്കറിയാം അവൻ്റെ ഭക്തി വെർത്ത്ലെസ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. 1-ാം അധ്യായത്തിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒരുത്തന് വാക്കിൻ്റെ പുറത്ത് യാതൊരു കൺട്രോളും ഇല്ലെങ്കിൽ then his religion, his whole godliness that he's acting up it's worthless. ശരിക്കും അതിന് യാതൊരു വെർത്തുമില്ല. ഒന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊന്ന് പോസ് ചെയ്തത്. സോ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മളിവിടെ നാവിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം നാക്കിനെക്കുറിച്ച് പറയുമ്പം, ഇത് നാവെന്ന് പറയുന്നത് അത് നമുക്ക് ജീവനുമാണ് മരണവുമാണ്. വേർഡ്സ്, ഓൾവേസ് റിമെമ്പർ, ഇറ്റ് ഈസ് ലൈഫ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡെത്ത് ടു. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. You can bring life to any situation with your word. You can bring trouble with your word. വാക്കുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. You can bring blessing with your words and you can bring curses with your words. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് വാക്കുകൾ കൊണ്ട് ദോഷം വരുത്തി വയ്ക്കാനും സാധിക്കും, അനുഗ്രഹം വരുത്തി വയ്ക്കുവാനും സാധിക്കും. ഓക്കെ,
അപ്പം എങ്ങനെ അനുഗ്രഹം വരുത്തി വയ്ക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ അതിന് തക്കവണ്ണമുള്ള വാക്കുകളും പ്രവൃത്തിയും നമുക്കുണ്ടാകണം. That is something that we need to have. Even when we see negative things, we can think positive. We can talk about, just positive matters. So let's just do that. Sometimes we fail. I fail. I know that you also. I just wanted to admit before you would say an answer, it happens with us. That is why we have to be very careful when you're instructing somebody. I'm talking to you about this, and I can say negative words. You could listen to these things, and then you can do something negative words. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പോയി നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് പറയാം. പക്ഷേ when we stand before God, heavier judgment is going to come upon me because I taught you this. So that is something that we have to be very, very careful. That is one of the reasons it says, do not increase or encourage many teachers. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറഞ്ഞേക്കുന്നത്, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലരിലും തെറ്റിപ്പോകുന്നു, പക്ഷെ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, നോക്കണമേ, ആ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം, വാക്കിൽ തെറ്റിപ്പോകാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. That means you can control your body. You can control your flesh. You can control. That means you have self-control. നമ്മുടെ വാക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ. And also that he can be a person who is good in all good works. എല്ലാ ഗുഡ് വർക്ക്സിനും ഏബിൾ ആയിട്ടുള്ള ആളായിട്ട് മാറുന്നു. അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കൺട്രോൾ വേണ്ടത് നാക്കിനാണ്. നമ്മൾ താഴോട്ട് പഠിക്കുന്നതാണേ ഈ നാക്കിൻ്റെ കൺട്രോളിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. I want you to pay attention to this, okay? Maybe we may not be able to finish all the things today, but we may come back again and spend some time on this. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് we will come back, we'll study, just in detail. അപ്പം നമ്മൾ ഒരു ദിവസം ഒത്തിരി വാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. We use a lot of words. We communicate, and some people have control. Some people don't have any control. ഈ കൺട്രോള് എല്ലാ വിധത്തിലും ആവശ്യമാണ്. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ വാക്കുകൾ എന്നെ മാത്രം സ്വാധീനിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെയും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വാക്കുകൾ എനിക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അത് പോസിറ്റീവായിട്ടും സ്വാധീനിക്കാൻ പറ്റും, നെഗറ്റീവായിട്ടും സ്വാധീനിക്കാൻ പറ്റും. പോസിറ്റീവായിട്ടും സ്വാധീനിക്കാൻ പറ്റും, നെഗറ്റീവായിട്ടും സ്വാധീനിക്കാൻ പറ്റും. നമുക്കറിയാം, വാഗ്ദത്ത ദേശം ഒറ്റുനോക്കുന്നതിന് വേണ്ടി 12 പേരെ പറഞ്ഞു വിട്ടു. All of them came back. They had good stuff, good specimens from the promised land. അവരുടെ കയ്യിൽ നല്ല സ്പെസിമെൻസ് എല്ലാം ഉണ്ടായിരുന്നു. അവർ ഇതും കൊണ്ടെല്ലാം തിരിച്ചു വന്നേച്ച് 2 പേര് പോസിറ്റീവായിട്ടുള്ള വിശ്വാസത്തിൻ്റെ കാര്യം സംസാരിച്ചു. 10 പേര് നെഗറ്റീവായിട്ടുള്ള അവിശ്വാസത്തിൻ്റെ കാര്യം സംസാരിച്ചു. ആ 10 പേരുടെ വാക്കുകൾ ആ ഒരു ക്യാമ്പിനുണ്ടായിരുന്ന മില്യൺ കണക്കിന് ആളുകളെ ബാധിക്കുവാൻ കാരണമായി തീർന്നു. അവരുടെ എല്ലാം വിശ്വാസത്തെ അത് കളഞ്ഞു. ഈ 10 പേരുടെ വാക്കുകൾ ആ ക്യാമ്പിന് മുഴുവൻ ദോഷം കൊണ്ടുവരാനിടയായി തീർന്നു. ഈ 10 പേരുടെ വാക്കുകൾ
ആ ആളുകളുടെ എല്ലാം ഡെസ്റ്റിനി, ദൈവം വച്ചിരുന്ന ഡെസ്റ്റിനിയെ ബാധിക്കുവാൻ തക്കോണമിടയായി തീർന്നു. അവരുടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല, വാക്കുകൾ. ഇനി അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ. നമ്മുടെ വാക്കുകൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കാം. My words can have, positive influence on my wife, my children. It can have negative influence on my wife, my children. It can affect the destiny of my children. It can affect my destiny. എൻ്റെ ഡെസ്റ്റിനി അത് ബാധിക്കാൻ തക്കോണമിടയായി തീരും. അപ്പം നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പലപ്പോഴും വാക്കിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ വാരി വിതറാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമ്മളതുകൊണ്ട് കണക്കില്ലാതെ ഉപയോഗിക്കും. അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ. കാരണം ഇതിന് വലിയ ചിലവുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതോറും നമ്മുടെ ശരീരത്തെ അത് ബാധിച്ചുകൊണ്ടേയിരിക്കും. ഇനി അത് നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള വിഷയമല്ലാതെ നമ്മുടെ മിയർ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ 10 വട്ടം പറയുകയാണ്, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, എനിക്ക് തീരെ വയ്യ. നമ്മുടെ ബ്രെയിൻ അത് ഏറ്റെടുക്കും. Our brain will take those negative words. Oh, I cannot get up. It's so painful. It is really troublesome. I don't think I can do that. ഇതൊന്ന് 10 വട്ടം പറഞ്ഞു നോക്കി. It will definitely make it impossible for you to get up, because your brain will start sending signals saying that you're not well. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ 10 വട്ടം ഒന്ന് പറഞ്ഞു നോക്കിയേ. എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കുമെന്ന്. ഒരു പരീക്ഷ ഒരാൾ എഴുതി കഴിഞ്ഞിട്ട് അതിൽ തോറ്റുപോയെന്നിരിക്കട്ടെ, അടുത്ത പ്രാവശ്യം ആ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നതിന് മുന്നമേ നേരത്തെ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ സമയം ഇത് ഒത്തിരി പാടാണ്, ഇതെനിക്കറിയത്തില്ല ഞാൻ കര കയറുമോന്ന്, ഞാൻ രക്ഷപ്പെടുമോന്ന് എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് തിങ്ക്, എന്ത് പാടായത്, ആദ്യം എടുത്തതിനെക്കാട്ടി കൂടുതൽ നെഗറ്റീവ് ആക്കി ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. And your brain started giving signals, and you feel really tiresome, your confidence is gone, your strength is gone, your recalling capacity is gone, your analytical skills are gone. ഇതെല്ലാം പോയിട്ട് ആ പ്രാവശ്യം പോയി പരീക്ഷ എഴുതുന്നു. റിസൾട്ട് ഫെയിലിയർ. ഇപ്പം നമ്മൾ പിന്നെയും കൂടുതൽ വാക്കുകൾ പറയാൻ തുടങ്ങി. ഇതെന്തൊരു കഷ്ടമായി, എനിക്ക് മാത്രമായി ഗതികേട്, ഞാനൊരു ഗതികെട്ടവനാ, പാവി ചെല്ലുന്നിടമെല്ലാം പാതാളം, ഞാൻ എവിടെ പോയാലും എനിക്കിത് തന്നെ. ഐ എം റിയലി അഫ്രൈഡ് ടു ഗോ ആൻഡ് ടേക്ക് ദ ടെസ്റ്റ്. ഈ വാക്കുകളൊക്കെ നമ്മൾ പറയുമ്പം നമ്മുടെ ഡെസ്റ്റിനിയെ അത് ബാധിക്കുന്നു. Because Bible says very clearly, death and life are at the tip of your tongue. നമ്മുടെ നാവിൻ്റെ തുമ്പിലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. നമുക്കിത് ഏതിനെ വേണമെങ്കിലും വിളിച്ചു വരുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിശ്വാസത്തിൻ്റെ വാക്കുകളായി നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ തിങ്ക് ചെയ്യുമായിരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ചർച്ചിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു അനേക വർഷങ്ങൾക്ക് മുന്നേ. മൺഡേ ഐ വാസ് വിസിറ്റിംഗ് ദം. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളിങ്ങനെ ഇവിടുന്ന് പറയുമായിരുന്നു, ഞാൻ എൻ്റെ സിസ്റ്ററെ വിളിച്ച് വെച്ച് സംസാരിക്കുമായിരുന്നു നാട്ടിലുള്ളത്. അപ്പോൾ സിസ്റ്ററും എന്നോട് പറഞ്ഞു, എടീ, നമ്മുടെ അമ്മ 63 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. നാളെ ഞാൻ 63 വയസ്സാകുകയാണ്. അപ്പോൾ ഫാസ്റ്റർ ഞങ്ങളിങ്ങനെ ഒന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മമ്മ എന്തിനാ ആ കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നേ? വൈ ആർ യു സേയിങ് ദിസ് തിങ് ലൈക്ക് ദാറ്റ്?
ഞാൻ പറഞ്ഞു, യു നീഡ് ടു കറക്റ്റ് ദാറ്റ്. അപ്പം അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് രാത്രിയിൽ ഇവർ കോട്ടയത്തുള്ളവരാണ്. അന്ന് രാത്രിയിൽ അവരുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അവർക്കൊരു കടയുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ഈ പ്രിയ അമ്മാമയും അവരുടെ ഭർത്താവും അവർ പറഞ്ഞു, നാളെ കടയിലേക്കുള്ള ഏതോ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്ന ഒരു സംശയം, നമുക്കൊന്ന് പോയി നോക്കിയാലോ. അവർ രണ്ടുപേരും കൂടെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി MC റോഡ് മുറിച്ച് കടന്ന് ആ കടയിലേക്ക് പോയി. ഇത് നല്ല പാതിരാത്രിക്കാണ്, വണ്ടികളൊന്നും ഇല്ലാത്തൊരു സമയം, ഇരുട്ടാണ്. അവിടെ ചെന്ന് കതവ് തുറന്നു. അവർ കടയുടെ കതവ് തുറന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവിടെയുണ്ട്. അത് മേക്ക് ഷുവർ ചെയ്തേച്ച് അവർ രണ്ടുപേരോടെ ഇറങ്ങി കടയും പൂട്ടി അവർ വെളിയിലോട്ട് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഈ അമ്മാവ പറഞ്ഞു, കട ഞാൻ പൂട്ടിയല്ലോ എന്ന് എനിക്കൊരു സംശയം, ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവ് ഈ സൈഡിൽ നിന്നും ഭാര്യ ഓടിപ്പോയി കട പൂട്ടിയിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തേച്ച് തിരികെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പം ആരോ ഒരുവൻ അവന് മദ്യപിച്ച ശേഷം വാഹനത്തിന് ലൈറ്റില്ലാതെ ഓടിച്ചു വന്ന് ഈ പ്രിയ മാമയെ ഇടിക്കുകയും അവിടെ വെച്ച് ആ പ്രിയ സഹോദരി തൽക്ഷണം മരിക്കുകയും ചെയ്തു. Calling things that are not of faith. അപ്പോൾ വിശ്വാസത്തിൻ്റെ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് നമുക്ക് ദൈവവചനത്തിനകത്തെല്ലാം കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി വെരി കെയർഫുൾ. അപ്പം നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്. നമ്മുടെ കുടുംബജീവിതം നയിക്കുമ്പോൾ, നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, നമ്മുടെ കരിയറിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം കൊണ്ട് നമ്മളെ വിളിച്ചതുകൊണ്ട്, വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് അതിന് ചേരുന്ന വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. I know I'm going through trouble, but I know God can deliver me. I know God can make a change in my life. I know God can, completely move in a different way. And I praise God for that. അപ്പം നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി, അങ്ങനെ പറഞ്ഞേക്കുന്നത്, ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ, അവൻ്റെ ഇച്ഛാശക്തി തുടങ്ങി അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാൻ തക്കോണം ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. ഇവിടെ പുരുഷൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയെ വിട്ടുകളഞ്ഞതല്ല. പുരുഷൻ എന്നുദ്ദേശിക്കുന്ന എ മെച്യൂർ മാൻ, എ മെച്യൂർ ഹ്യൂമൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മെച്യൂരിറ്റി ഉള്ളവരായി. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രമാത്രം കേപ്പബിളാണ് പല കാര്യങ്ങൾ ചെയ്യുവാൻ. ദേ ആർ നോട്ട്. But when we are older, we are capable of doing many things. അപ്പം നിശ്ചയമായിട്ടും നമ്മളിൽ അങ്ങനെ ഒരു കാര്യമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ വാക്കുകൾ അപ്രകാരമുള്ളത് ആയിരിക്കണം. We should always go like that. അത് ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യം കൂടെ. അതുകൂടെ ഞാൻ പറയട്ടെ. നമ്മളോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ സ്തോത്രത്തിൽ കവിഞ്ഞു വരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കും, ഈ സ്തോത്രം 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 എന്ന് പറയുന്നതാണെന്ന്. പണ്ടുള്ള ആളുകൾ അങ്ങനെ പറയുമായിരുന്നു. റിയലി ഇറ്റ് സേസ് ദാറ്റ് ഇൻക്രീസ് ഇൻ താങ്ക്സ് ഗിവിങ്. അതാ എൻ്റെ ആ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി കരയറ്റുന്നതിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. ലുക്ക് അറൗണ്ട് ഗോഡ്, ഐ എം സോ താങ്ക്ഫുൾ for my body. I am so thankful for the good digestion that you gave me. Lord, I am so thankful that I have family with me. Lord, I am so thankful that I have this job. Lord, I am so thankful that I can do this. God, I am so thankful that I have money to pay for a second time to write this exam.
നമ്മൾ ഈ നെഗറ്റിവിറ്റിയെ ഒഴിവാക്കുന്നത് ഒരു വിധത്തിൽ അങ്ങനെ. ഓക്കെ, മറ്റു പല കാര്യങ്ങളുണ്ട്. വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം കൂടെ ഒന്ന് പരാമർശിച്ചിട്ട് ഞാൻ നിർത്തുവാൻ തക്കണം താല്പര്യപ്പെടുന്നു. നമ്മൾ പറയും, ഈ പ്രോസ്പെറിറ്റി തിയോളജിയൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഹാപ്പൻ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾക്ക് $1000 ഉണ്ട് എന്ന് വിചാരിക്കൂ, നിങ്ങൾക്ക് $1000 ലഭിക്കും. നിങ്ങൾക്ക് ഒരു കാറ് വേണമെന്ന് വിചാരിക്കൂ, നിങ്ങൾക്ക് അത് ലഭിക്കും. കാറ് വേണമെന്ന്, അല്ലെങ്കിൽ കാറ് വരുവാൻ പോകുന്ന കാറിനെ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ പ്രൈസ് ചെയ്യൂ, ആ കാര്യം സാധിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. That is far away from the scripture. Okay, let me tell you that's far away from the scripture. എന്താണ് സ്തോത്രത്തിൽ കവിയുന്നതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥയുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഒരാൾ ഒരു പഴയ കാറ് ലഭിച്ചു. ആ പഴയ കാറ് ലഭിച്ചപ്പം യു ആർ സോ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആൻഡ് നമുക്ക് വേണേൽ കംപ്ലയിൻറ്റ് ചെയ്യാം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേറൊരാൾക്കൊരു നല്ല കാറ് കണ്ട്, ചർച്ചിൽ വരുന്ന വേറൊരാൾക്കൊരു നല്ല കാറുണ്ട്, he got a Defender, or he got just a bigger one, whatever it is, and you can fuss about it, but at the same time that you are thanking God for what you got. കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എനിക്കിതെങ്കിലും ഉണ്ടല്ലോ, വേറെ ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്, പക്ഷേ എനിക്കിതൊക്കെ തന്നല്ലോ കർത്താവേ, നന്ദി. എൻ്റെ ആ സഹോദരന് ആ വില കൂടിയ കാറ് അങ്ങ് കൊടുത്തല്ലോ കർത്താവേ, ഐ ആം സോ താങ്ക്ഫുൾ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇത് പറയാൻ തുടങ്ങുമ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങുന്നുള്ളേ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ വർദ്ധിക്കാൻ തുടങ്ങും. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ വർദ്ധിക്കാൻ തുടങ്ങും തോറും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് പ്രവർത്തിക്കത്തക്കണം. ഇതാ അതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ. നോട്ട് അബൌട്ട് ഡ്രീമിങ് സംതിങ് ആൻഡ് സീയിങ് സംതിങ് ആൻഡ് പ്രൈസിങ്, ബട്ട് ഗോ ഇൻ ദിസ് റൗട്ട്. നമ്മൾ ആരും ഒരു ലാഡറിൻ്റെ ഏറ്റവും മേളത്തെ അതിൻ്റെ ആ അറ്റത്തോട്ട് ചാടിക്കയറുകയല്ല ചെയ്യുന്നത്. യു ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, യു ഇൻക്രീസ് ഇൻ ഫെയ്ത്ത്, more faith, more words, positive faith words, and also more works that is going to follow. അത് പിന്നെയും ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്യുക. അപ്പം നമ്മൾ ആ വേയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ആ വാക്കിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, സൽഗുണപൂർത്തിയുള്ളവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. What does that mean? സൽഗുണ പൂർത്തി, ഈ 3 വാക്കുകളാണ് അത് ചേർത്തേക്കുന്നത്. നല്ല ഗുണങ്ങളുടെ പൂർത്തീകരണമുള്ള, able to do everything, able to handle everything, ആ നിലയിൽ എത്തുന്നു. അപ്പം നമ്മൾ അത് ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ. I hope that we all, I'm including myself too, because sometimes we make the mistake of saying negative things. നമ്മളെല്ലാവരും ആ രീതിയിൽ എത്തുവാൻ ദൈവം സഹായിക്കട്ടെ. I want to pray for you before I take questions from you. God bless you for joining again. I want to pray for you. Father, I bring all my brothers, my sisters in your presence. Lord, today you allowed us to listen to your word. And sometimes, Lord, we have, Lord, talked negative things and we have moved in the negative way, and I pray, God, that you would forgive us. And today, Lord, give us grace that always our mouth would declare things of faith, and we would see the works that comes from faith would increase in our lives. Let there be change in the lives of your children, O Lord. Thank you, Lord, for blessing us today. We give you glory, honor, and praise in Jesus' precious name. Amen.